നമസ്കാരം, എല്ലാവർക്കും ടെക്കോൺ മലയാളത്തിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് വിചാരിക്കുകയാണ് വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ചൂട് സമയമൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു കുലുക്കി സർബത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള നാരങ്ങ, പച്ചമുളക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് സാധാരണ കുലുക്കി സർബത്ത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ അഡീഷണൽ ആയിട്ട് ഓറഞ്ച് കൂടി ചേർക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണ് ഓറഞ്ചൊക്കെ ചേർത്തിട്ട് കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനാദ്യമായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 ഓറഞ്ചിന്റെ അല്ലികളാണ്. അപ്പോൾ ആ തൊലിയെല്ലാം കളഞ്ഞ് ആ നാര് പോലുള്ള ആ സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് എടുത്തേക്കുന്ന 2 ഓറഞ്ചിന്റെ അല്ലികളാണിത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്ത് നമ്മൾ അരിച്ചെടുത്തേക്കുന്ന ഓറഞ്ചിന്റെ ആ നീരാണ് ഇത്രയും. ഇനി നമുക്ക് വേണ്ടത് കസ്കസ് ആണ്. ഇതൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. നമുക്കിത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 15 രൂപയുള്ളൂ ഒരു ചെറിയൊരു പാക്കറ്റിന്. വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കുതിർന്ന് നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം കുലുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലോ ജാറോ എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ 2ആയിട്ട് മുറിച്ച് അതിന്റെ നീര് നമുക്ക് ഇതിലേക്ക് ഇടണം. പിന്നീട് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാര ലായനിയാണ് ചേർക്കേണ്ടത്. പഞ്ചസാര ഞാൻ ഒരു 4 സ്പൂൺ പഞ്ചസാരയ്ക്ക് ഒരു 5 സ്പൂൺ വെള്ളം ചേർത്ത് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് അലിയിച്ചതാണിത്. ഇപ്പോൾ പഞ്ചസാര ലായനി ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാത്തവർ നേരിട്ട് പഞ്ചസാര ചേർത്താലും മതി. നമ്മളിതിലേക്ക് ഐസ് ക്യൂബ് ഒക്കെ ഇടുമ്പോൾ പഞ്ചസാര പെട്ടെന്ന് അലിയാൻ താമസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പഞ്ചസാര ലായനി തന്നെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന കസ്കസ് ഇതിലേക്ക് ചേർക്കുക. ഞാൻ ഒരു 4-5 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബുകൾ ഇടുക. എന്നിട്ട് നമ്മൾ 2 പച്ചമുളക് നന്നായിട്ട് കീറിയത് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ നീരും പിന്നെ കസ്കസ്, ഐസ് ക്യൂബ്, ഒപ്പം തന്നെ 2 പച്ചമുളകും പിന്നെ ഓറഞ്ചിന്റെ ജ്യൂസും. നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്തത് ഓറഞ്ചിന്റെ ജ്യൂസാണ് ചേർത്തത്. ഇത്രയും ഇട്ടിട്ട് നമ്മൾ കുപ്പി നന്നായിട്ട് അടച്ച് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. ഇതിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. നന്നായിട്ട് കുലുക്കുക. നന്നായിട്ട് കുലുക്കുക. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം, എന്നിട്ട് സെർവ് ചെയ്യാം. വീട്ടിലിപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് വിശ്വസിച്ച് കുടിക്കുകയും ചെയ്യാം. ചൂട് സമയത്തൊക്കെ ഇത് എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്താണെന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയ ഓരോ വീഡിയോസ് വരുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.